പുതിയ കീം റാങ്ക് ലിസ്റ്റിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ 300 മുതൽ 1000 റാങ്ക് വരെയാണ് പിന്നോട്ട് പോയത്. വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്ന തീരുമാനമാണിതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. അതെ, എനിക്ക് 2300 റേഞ്ചിലായിരുന്നു റാങ്ക് വന്നിരുന്നത്. ഇപ്പം വളരെ താഴേക്കാണ് എക്സീഡ് ആയിട്ട് പോകുന്നത്. 8K എബവ് ആയിട്ടുണ്ട് ഇപ്പോൾ റാങ്ക്. ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജോ ഒരു കോഴ്സോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ എന്നെപ്പോലെ തന്നെയുള്ള ഒരുപാട് കീം ആസ്പിറൻസിന് ഇനി എന്തെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരാണ്. ഒരു ഫ്യൂച്ചറോ ഒരു കാര്യങ്ങളും ഇല്ലാതെ വരാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് കോളേജസിലൊക്കെ അഡ്മിഷൻസൊക്കെ ഫുള്ളായി കഴിഞ്ഞു. ഇപ്പോൾ ഈ കീം എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വേറെ ഒന്നിനും നിൽക്കാതിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചാൻസസ് മുന്നിൽ കാണുന്നില്ല. സർക്കാരിന്റെ പിടിപ്പുകേടാണ് കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നതെന്ന് അധ്യാപകരും രക്ഷിതാക്കളും ആരോപിക്കുന്നു. ഇത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇഷ്യൂ ആണ്. ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തതിൻ്റെ പ്രോബ്ലമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് നേരത്തെ ആയിരുന്നു, ഇപ്പോഴല്ല. അടുത്ത കൊല്ലത്തേക്കെങ്കിലും കീം എന്ന് പറയുന്ന എക്സാമിൻ്റെ മാർക്ക് ബേസ്ഡ് ആയിരിക്കണം റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് മന്ത്രി പറയുന്നത് അടുത്ത കൊല്ലം നോക്കാമെന്ന്. അടുത്ത കൊല്ലം കീം എക്സാമിൻ്റെ തലേദിവസം അല്ല ഇത് നോക്കേണ്ടത്. ഈ പറയുന്ന പ്രോസ്പെക്റ്റിൽ വെറും 1 മണിക്കൂർ മുൻപാണ് ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ തലേദിവസം ചെയ്യാനല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ ജീവിതവും ആ കുട്ടിയുടെ നാളത്തെ ആ കുട്ടി ബിൽഡ് ചെയ്തെടുക്കുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള വലിയൊരു മിസ്റ്റേക്കാണ്. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കീം എക്സാമിന്റെ മാർക്ക് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കുക, +2 മാർക്സ് കൺസിഡർ ചെയ്യാതിരിക്കുക. കേരള ചരിത്രത്തിൽ ഇതുപോലെ അവസാനം മുൾമുനയിൽ നിർത്തി റാങ്കുകൾ മാറുന്ന ഒരു സംസ്കാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പിടിപ്പുകേടായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. 2.5 മാസം മുമ്പ് നടന്ന എക്സാമാണ്. അത് പല കാരണങ്ങളെ കൊണ്ട് വൈകിപ്പിച്ച് അന്തിമ നിമിഷത്തിൽ കോടതിയുടെ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ കോടതിയിൽ അപ്പീൽ പോയിട്ടും ഗുണമില്ലാത്തൊരവസ്ഥയായി. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ ഉത്തരവാദിത്വമില്ലാത്ത പ്രവണതകൾ ഒഴിവാക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ സർക്കാരും അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ ഉപേക്ഷിക്കും. ലിസ്റ്റ് വന്നതനുസരിച്ചിട്ട് ഞങ്ങൾ ഏതാണ്ട് കോളേജുകളിലൊക്കെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു, കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഇത് റദ്ദാക്കിയെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. ഇന്നലെ രാത്രി തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു, പുതിയ റാങ്ക് ലിസ്റ്റ്. അത് തികച്ചും സ്വാഗതാർഹമാണ്. ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണെങ്കിലും അത് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വേഗം കംപ്ലീറ്റ് ആകണം, അത് തന്നെയാണ് ആഗ്രഹം. ഇനി അടുത്ത വർഷമെങ്കിലും ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ മെത്തേഡ്സ് അഥവാ കുട്ടികൾക്ക് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ കുട്ടികളെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ, അഥവാ ഇനി CBSE ആണെങ്കിലും ആരായാലും ഇത് നെഗറ്റീവായിട്ടൊരു ബാധിക്കുന്ന ഈ കാര്യങ്ങൾ ഈ ഒരു മെത്തേഡ് മാറ്റി കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് മാത്രം ആയിട്ട് മാർക്ക് മാത്രം കൺസിഡർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.